ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ഈദുൽ അദാ മുബാറക്. എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. നാട്ടിലുള്ളവർക്ക് നാളെയാണ്, ദുബായി ഒമാനുള്ളവർക്ക് ഇന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വലിയ പെരുന്നാൾ ഒമാനിലാണ്. ഞാൻ ദുബായിലാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് യു കാൺ ഡിസൈഡ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, റൈറ്റ്? അപ്പോൾ ഇവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, കമ്പനി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഒമാനിലേക്ക് തിരിച്ചു വന്നു. ഉമ്മാടെ ഉപ്പാടെ കൂടെ വലിയ പെരുന്നാൾ കൂടാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നിപ്പോൾ നമ്മുടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ജുമ്മ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പീപ്പിൾ, ആൾക്കാർ കാണുക. പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാണാനാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പേരുണ്ടല്ലോ കാണാൻ. നമ്മുടെ ചെക്കന്മാരെന്നെ ഒരു ലോഡ് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുക, സംസാരിക്കുക, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക. അതാണ് ഇന്നത്തെ പരിപാടി ഷെഡ്യൂൾ ചെയ്തേക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ ആ പള്ളിയിൽ വന്നേക്കാണ്. പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വീട്ടുകാരുടെ കൂടെ ഫുഡ് കഴിച്ച് ജുമാക്ക് പോയി. പിന്നെ നമുക്ക് വൈകിട്ടാണ് നമ്മൾ ഓരോ പരിപാടി സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് വൈകിട്ടായിട്ട് ഇറങ്ങാം ഓരോ കാര്യങ്ങൾക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒന്ന് കളറായിട്ടുണ്ട് നമ്മൾ. പിന്നെ സോറി, എൻ്റെ സൗണ്ട് കുറച്ച് ഇതാണ്. പനിയായിരുന്നു 2-3 ദിവസമായിട്ട്. ഇവിടെ വന്ന മുതൽ പനിയാണ്. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് വരുന്നു. عيد مبارك عيد 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 عيد مبارك. അപ്പോൾ ഗൈസ് നമ്മളെ രാവിലത്തെ പെരുന്നാൾ നമസ്കാരവും ഉച്ചക്കത്തെ ജുമ്മും അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് അടിയും ഉറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നൊക്കെയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ് കഴിച്ചത്. മോം സ്പെഷ്യൽ എന്ന് പറയാനല്ല, മോം ഉണ്ടാക്കിയത് എന്തും സ്പെഷ്യലാണ്. നമുക്ക് ഒരു പ്രവാസി എന്ന നിലയിൽ ഉമ്മ എന്തുണ്ടാക്കുന്നതൊക്കെ നമുക്ക് സ്പെഷ്യലാണ് അല്ലേ? കറക്റ്റാണ്. നമ്മുടെ കൂടെ നമ്മുടെ ആദ്യ ക്ലാസ് കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റിംഗ് പീപ്പിൾ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ഓരോരുത്തരെ മീറ്റ് ചെയ്യും, നമ്മൾ ഇത് മുബാറക്ക് പറയും, ഒക്കെ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. നമ്മൾ ക്യാമറ ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കണ്. ഫുൾ കിടിലൻ ഷൂട്ടാണ്. കാലങ്ങൾക്ക് ശേഷം ഞാൻ ക്യാമറയിൽ ഒരു പിക്ക് ഇടാൻ പോവാണ്. ഇതുവരെ DSLR മാത്രം പിക്ക് ഇട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക്. അത് മാറി പിന്നെ ഫോണിലേക്കായി, ഐഫോണായി. അങ്ങനെ ഇപ്പോൾ പിക്കിട്ട് ഞാൻ വീണ്ടും DSLR-ലേക്ക് വന്നേക്കാണ് ഗൈസ്. പിന്നെ ഞാൻ പൊളിക്കും. ക്യാമറ കിട്ടിയ പിന്നെ ഞാൻ ക്യാരക്ടറാണ്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും പണം എനിക്കൊരു പ്രശ്നമല്ല. നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കുറച്ച് കൈപരിപാടി ചെയ്ത് ചെക്കനെ നമ്മൾ എടുത്തു കൊടുക്കും. തൊട്ടിട്ട് കാലം കുറേ പറഞ്ഞ പോലെ ആ ഒരു പഴയ ഒരു പതിയോടെ പണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിടിച്ചിട്ട് കച്ച ആ ഒരു വൈബിലേക്ക് എത്തിയാണ്. ഇത് പതിവ് തന്നെ ഡൗട്ടാണ് ഗൈസ്. പോസ് ഞാൻ തന്നെ പറഞ്ഞു. അതാണ് എൻ്റെ സ്കില്ല്. അത് ഞാൻ നോക്കട്ടെ, അത് പറഞ്ഞു കിട്ടണേ വൈബിലേക്ക് പറ്റേ. ഓട്ടോ ഫോക്കസ് അല്ലേ? അതുകൊണ്ട് അതിന് വില ടച്ച് ചെയ്താൽ ടച്ച് ഫോക്കസ് ഉണ്ട്. ഏതായി അലവല ചെറിയൊരു പഴയ ടച്ച് കിട്ടും. അതുകൊണ്ട് ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. ഞാനുണ്ടായിരുന്നില്ലേ നീ സബ്ജക്റ്റ്. എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ ഞാൻ ബാഡാസ് നാഷണലിൽ ഞാൻ മോഡലായിരുന്നു. ഇത് ഓക്കെ. ഇത് എടുത്ത വീഡിയോ ഇത് ഷോട്ട് അല്ല. എടാ ഇതിന്റെ മേലെ കേറിയില്ല. അത് നിന്നോണ്ട് എടുത്തത് ഷോട്ട് ഇട്ടാ. ഞാൻ നീ നിൽക്കുമ്പോ തന്നെ എടുത്ത ഷോട്ടുകൾ ഉണ്ടാ. കിട്ടില്ലോ.
ഷർട്ട് ഒറ്റ ഉണ്ടായിരുന്നുള്ളൂടാ. ഇവനെ നോക്ക്. മച്ചാനെ വാ എൻ മച്ചാനെ വാ. വലൈക്കും സലാം. ഇത് മുബാറക്. മനുഷ്യൻ മാറും മാറും. പുതിയൊരു ഘട്ടത്തിൽ വേറെ ലുക്ക്. ഊക്കിമേൽ ഊക്കാൻ വരല്ലേ? ഇപ്പൊ ഡൗൺ ആണ് കേട്ടോ. ഈ ഒരു വേളയിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? പെട്ടെന്നൊരു ഇത് ചോദിക്കുമ്പോ കിട്ടില്ല. എനിക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എല്ലാരും ഒത്തുകൂടിയപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും വീണ്ടും ഒത്തുകൂടിയപ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. എല്ലാവരും കാണാൻ പറ്റിയത്, എല്ലാവരും അത് നീ കാരണമാണ് എല്ലാവരും കാണാൻ പറ്റിയത്. അടിപൊളി ഒരു അഭിപ്രായം. എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു ഇതാണ് ഇത്. பார்த்தது ரொம்ப சந்தோஷமா இருக்கு. കുറെ കാലത്തിന് ശേഷം കൂടിയപ്പം സന്തോഷം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാരും ഒത്തൊരുമിച്ച് കൂട്ടിയതിന് വളരെ സന്തോഷം. ആ ബില്ലിന്റെ പൈസയും കൂടി കൊടുത്താ ഫുൾ ഹാപ്പി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ പരിപാടി ഉഷാറായിക്കണു. നമ്മളെല്ലാവരും കണ്ടു. 2 പേര് മിസ്സിങ് ഉണ്ട് ഈ ഗ്യാങ്ങിൽ, റിഷാലും മിർസയും. മിർസ, ഇഫ് യു സീ ദിസ്, വി മിസ് യു. റിഷാലിന് വരാൻ പറ്റിയില്ല ആസ് യൂഷ്വൽ. എന്തെങ്കിലും പരിപാടി ഏൽപ്പിച്ചാൽ അവൻ സാധാരണ വരാറില്ല റിഷാല്. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടാന്ന് വിചാരിക്കുന്നു. റിഷാലെ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും കുറേ കാലത്തിന് ശേഷം കണ്ടു. ഞാൻ പോയതിനു ശേഷം ഉമ്മാരും കാണാറില്ല എന്നാണ് പറയുന്നത്. അല്ലടാ? അതല്ലേ, ഗ്രൂപ്പാണ്. ഞാൻ പോയപ്പോ ഗ്രൂപ്പാണ് പിരിച്ചുവിട്ടു എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും പേരാണ് നിൽക്കുന്നത്. അങ്ങനത്തെ സൈക്കോ പിള്ളേരാണ് എനിക്കുള്ളത് സുഹൃത്തുക്കളെ. അപ്പോൾ എനിവേസ്, ഹാപ്പി ഈദ് മുബാറക്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.